പായസം സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എന്ത് പായസം ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ ക്യാരറ്റ് പായസം. ഇതിൽ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ട് വേവിച്ചിട്ട് മിക്സിയിൽ അടിച്ചു വെച്ചു. പിന്നെ അത് കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ശർക്കര പാനിയിലിട്ടിട്ട് ഒന്ന് വഴറ്റാം. ഓക്കെ. അതിന് വേണ്ട സാധനങ്ങളൊക്കെ, അതിന് വേണ്ടത് ഇതെന്ന് പറയുന്നത് 1-ാം പാലാണ്, ഇത് 2-ാം പാല്, ഇതിന് 3-ാം പാല് വേണ്ട. അധികം ഇല്ലാത്തതാണ്. ഇതിന് 3-ാം പാലിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ശർക്കര നീര് ഉരുക്കി വെച്ചിട്ടുണ്ട്, ശർക്കര ഉരുക്കിയിട്ട് വെച്ചിട്ടുണ്ട്, ശർക്കര പാനി. അതുപോലെ തന്നെ നമുക്കിതിന് ഏലക്കായയുടെ പൊടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഇത് എന്നിട്ട് വരുന്നതിൻ്റെ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കുക്കറിലേക്ക് അരച്ച് വെച്ച മത്തങ്ങ ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റും രണ്ടും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഞാൻ കുറച്ച് ഒഴിക്കണുള്ളൂ. ആ കയ്യിലോണ്ട് 2 കയ്യില് ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. മധുരമുള്ള കാരണം കുറച്ചാണ് ഒഴിച്ചത്. പിന്നെ ഈന്തപ്പഴം ചേർന്നതല്ലേ, ഇത് നന്നായി എന്താ പറയുക വരട്ടണം അല്ലേ? പെട്ടെന്ന് കഴിയും. ക്യാരറ്റ് വരട്ടിയിലേക്ക് 2-ാം പാൽ ഒഴിച്ചു. ഇതിപ്പോ അത് നന്നായിട്ട് തിളച്ചു. അപ്പൊ തിളക്കുന്നതിന് മുമ്പ് തന്നെ നമ്മള് ഈന്തപ്പഴം ഇട്ടു. ഒരു 4 എണ്ണം ഇട്ടുണ്ടാവും. ഇനി നമ്മള് 1-ാം പാലാണ് ഒഴിക്കാൻ പോണത്. 2-ാം പാലൊക്കെ നന്നായി തിളച്ച് വെച്ച് തുടങ്ങി. ഇനി നമുക്ക് 2-ാം പാല് ഒഴിക്കണത് കിട്ടിയില്ല. അത് ഈന്തപ്പഴം ഇടുന്നത്, അത് വീഡിയോ അങ്ങനെ കട്ടായി പോകുന്നത് എന്താ പ്രശ്നം നമുക്കറിയില്ല. ഇനി നമ്മള് 1-ാം പാല് ഏലക്കായ മിക്സ് ചെയ്തിട്ട് ഒഴിക്കുക. സ്റ്റവ് ഓഫാക്കി. നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചുണ്ടാക്കണല്ലോ, കാരണം എന്നും പായസം ആർക്കും ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടം. പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തിട്ടതിന് ശേഷം കാണാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയും എണ്ണയിലാണ് വറുത്തിട്ടത് കേട്ടോ. കാരണം നമ്മൾ നെയ്യ് പരമാവധി യൂസ് ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ നെയ്യൊന്നും ഇഷ്ടമല്ല. അച്ഛനും നെയ്യ് തീരെ ഇഷ്ടമില്ല. പിന്നെ അച്ഛൻ ഇന്ന് ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾക്കും പിന്നെ പായസം വലിയ ഇഷ്ടമൊന്നുമില്ല. ചേട്ടൻ മാത്രമല്ല, പക്ഷെ ചേട്ടനെ ഇപ്പം കാണിക്കണ്ട, ചേട്ടൻ തല മൊട്ടടിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല പായസം, എനിക്ക് അമ്മയ്ക്കും. അപ്പം അതുകൊണ്ട് ടേസ്റ്റ് ചെയ്യണമെന്നൊന്നും കാണിക്കുന്നില്ല. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എന്തായാലും നല്ല പായസമാണ്. ഞങ്ങളിപ്പോൾ ഒരു 10ഓളം പായസം ഇടും ഓണത്തിൻ്റെ തലേദിവസം വരെ, ഞങ്ങൾക്ക് പറ്റുന്നതനുസരിച്ച്. കാരണം കുറച്ച് പ്രോബ്ലങ്ങൾ ഉണ്ടാവും, ഒരു നെറ്റ് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പറ്റുന്ന പോലെ ഒരു ദിവസം 2 വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇടും പായസം സീരീസ്. അപ്പോൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ പായസം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതിനായിട്ടും നല്ലൊരു വീഡിയോ, പായസത്തിന് തന്നെ വീഡിയോ ഞങ്ങൾ നാളെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ പറയുമോ? ബൈ.